ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കർക്കിടക മാസത്തിലെ ഓരോ സ്പെഷ്യലുകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുതിര എന്ന് പറയുന്നത്. അപ്പോൾ മുതിര വെച്ചിട്ട് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുതിര വറുത്തിട്ട് അതിന് കുറച്ചെടുത്തിട്ട് നമ്മൾ അതുകൊണ്ടൊരു ചമ്മന്തിയും ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. മുതിര, ഉപ്പ്, പുളി, പച്ചമുളക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ പഴുത്ത മുളക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്തതാണ്. പഴുത്ത മുളക് വേഗം കേടൊന്നു പോകുമല്ലോ, അപ്പോൾ പഴുത്ത മുളക് ഉപയോഗിച്ചു. അതുപോലെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ചമ്മന്തിയും അതുപോലെ മുതിരപ്പേരിയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. മുതിരപ്പേരി മുതിര സമ്മന്തി അധികം ചെയ്യാറുണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിത് അരച്ച് കൊണ്ടുവന്ന് കാണിക്കാം. പിന്നെ ഇത് മുതിരയാണ്. ഇതെന്താ വെച്ചാൽ ചായയല്ല, ഇത് മുതിര വേവിച്ച വെള്ളമാണ്. അപ്പോൾ ഇത് കുടിക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഔഷധം പോലെയാണ്. അപ്പം മുതിര വേവിച്ച വെള്ളം കുടിക്കുന്നത് കുതിരയുടെ ശക്തി കിട്ടുമെന്നാണ് പറയുക. അപ്പം ചുടുക്കനത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ചൂട് കിട്ടും, നല്ല ഉഷാറ് കിട്ടും, ഉന്മേഷം കിട്ടും. അപ്പം നല്ലൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇതിൽ നമ്മൾ വേപ്പിൻ്റെ ഇലയും കൂടി ഉപയോഗിക്കുന്നുണ്ട്. വേപ്പിൻ്റെ ഇലയൊക്കെ കൂട്ടിയിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അരച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണത്. നല്ല ഹെൽത്തി ഫുഡാണ്. മുതിരന് നല്ല ഹെൽത്തി ഫുഡാണല്ലോ. മുതിര വെച്ചിട്ടുള്ള ചമ്മന്തി കൂടി ചോറിലേക്കൊക്കെ കഴിക്കാൻ നല്ല ഒരു ചമ്മന്തി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മുതിര ഉപ്പേരിക്കാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.